ഗാസ പിടിച്ചെടുക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം അമേരിക്കൻ ചേരിയിൽ തന്നെ വലിയ വിള്ളലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അറബ് രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളുടെ പ്രവർത്തനവും ഇനി പ്രതിസന്ധിയിലാകുമെന്നതിൽ സംശയമില്ല. നാറ്റോ സഖ്യകക്ഷിയായ തുർക്കിയും മറ്റ് അറബ് ഇസ്ലാമിക് രാജ്യങ്ങളും ട്രംപിന്റെ പുതിയ നീക്കത്തിനെതിരെ രംഗത്തു വന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി ട്രംപ് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഗാസ അമേരിക്ക ഏറ്റെടുക്കാമെന്ന പ്രഖ്യാപനം ട്രംപ് നടത്തിയതെന്നാണ് ഈ രാജ്യങ്ങളെല്ലാം തന്നെ വീക്ഷിക്കുന്നത്. അതിനാൽ ശക്തമായ പ്രതിരോധം തീർത്ത് മുന്നോട്ട് പോകാനാണ് ഈ രാജ്യങ്ങളുടെ സുപ്രധാനമായ തീരുമാനം. ഗാസയ്ക്ക് സ്ഥിരമായ ഭാവിയില്ലെന്നും യുദ്ധത്തിൽ തകർന്ന ഗാസയിൽ ആർക്കും നിലവിൽ താമസിക്കാൻ കഴിയില്ലെന്നും ആരോപിച്ച ട്രംപ് ഈജിപ്ത്, ജോർദാൻ തുടങ്ങി അറബ് രാജ്യങ്ങൾ പാലസ്തീൻകാരെ സ്വീകരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. ഈ നിർദ്ദേശം ഈജിപ്തും ജോർദാനും നിരസിക്കുകയാണ് ചെയ്തത്. ഗാസയിലെ 1,00,000-ഓളം പാലസ്തീനികളെ വധിക്കുകയും ലക്ഷക്കണക്കിന് പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്ത ഇസ്രായേൽ മുഴുവനായി തകർന്ന ഗാസയെ ഇപ്പോൾ അമേരിക്കയെ മുൻനിർത്തി തട്ടിയെടുക്കാനാണ് ശ്രമങ്ങൾ നടത്തുന്നതെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇത് തീർത്തും അപകടകരമായ നീക്കമാണ്. സ്വന്തം ഭൂമിയിൽ നിന്നും ആട്ടിയിറക്കപ്പെടുന്ന അവസ്ഥ ഗാസയിലെ ജനതയെ ഏറെ പ്രകോപിതരാക്കുകയും ചെയ്യും. മരിച്ചു വീണാലും ഗാസ വിട്ട് പോകില്ലെന്ന് അവർ നിർബന്ധം പിടിക്കുകയാണെങ്കിൽ വൻ കൂട്ടക്കുരുതിയായിരിക്കും നടക്കാൻ പോകുന്നത്. അതിന്റെ പ്രത്യാഘാതങ്ങൾ ഗാസയിലും പശ്ചിമേഷ്യയിലും മാത്രമല്ല, മറിച്ച് ലോകമെമ്പാടും ബാധിക്കും. അമേരിക്കയും ഇസ്രയേലും അവർക്കുള്ള കുഴി സ്വയം തോണ്ടുകയാണെന്ന് പറയാം. അമേരിക്കയുമായും ഇസ്രയേലുമായും ഒരു നീണ്ട യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് ഇറാൻ പൂർത്തിയാക്കി കഴിഞ്ഞു എന്നത് നിലനിൽക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. ആധുനിക പോർ വിമാനങ്ങൾ ഉൾപ്പെടെയാണ് റഷ്യയിൽ നിന്നും ഇറാൻ അടുത്തിടെയായി സ്വന്തമാക്കിയത്. ഭൂഗർഭ അറയിലെ മിസൈൽ ശേഖരത്തിന്റെ ഒരു ഭാഗം പുറത്തുവിട്ടാണ് ഇറാൻ അവരുടെ യുദ്ധപ്രഖ്യാപനം നടത്തിയത്. അവരോടൊപ്പം ഹമാസും ഹിസ്ബുള്ളയും ഹൂതികളും ശക്തമായി നിലയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ഉൾപ്പെടെയുള്ള ആണവ ശക്തികൾ ഗാസയിൽ അധിനിവേശം നടത്താനുള്ള അമേരിക്കയുടെ നീക്കത്തിനെതിരെ ശക്തമായിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ട്രംപ് ഭരണകാലത്ത് ഉത്തര കൊറിയൻ ഭരണാധികാരിയായ കിം ജോങ് ഉൻ ഒരു ആണവ മിസൈൽ അമേരിക്കയ്ക്ക് നേരെ തിരിച്ചിരുന്നു. അവരുടെ ആ ക്ഷണം ഓടി വന്ന് സമവായ ചർച്ച നടത്തി അമേരിക്കൻ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. ഇതുവരെ ഒരു ബോംബ് വീണതിന്റെ പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് അമേരിക്കൻ ജനത അനുഭവിച്ചറിഞ്ഞിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. അതിനാൽ അതിനുവേണ്ടി ഒരു അവസരം ട്രംപ് നൽകിയാൽ അതോടെ അമേരിക്കയുടെ അഹങ്കാരവും തീരും. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, അമേരിക്കയ്ക്കെതിരായ ചേരി മുൻകാലത്തേക്കാൾ ഇപ്പോൾ കൂടുതൽ ശക്തമാണ്. നാറ്റോ സഖ്യത്തിലും യൂറോപ്യൻ യൂണിയനിലും വരെ അമേരിക്കൻ ഭരണകൂടത്തിനെതിരെ വലിയ വികാരമാണ് നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഗാസയെ ചൊല്ലി യുദ്ധമുണ്ടായാൽ അമേരിക്ക അത് സാരമായി ബാധിക്കുമെന്നതിലും സംശയമില്ല. യുക്രൈന് ധനസഹായം നൽകി അമേരിക്ക അവരുടെ ആയുധക്കലവറ തന്നെ ശൂന്യമായ അവസ്ഥയിലാണെന്ന് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ഒരു പാലസ്തീൻ രാഷ്ട്രം സൃഷ്ടിക്കാതെ ഇസ്രയേലുമായി ബന്ധം സാധാരണ നിലയിലാക്കിയെന്ന നിലപാടാണ് ഇക്കാര്യത്തിൽ സൗദി അറേബ്യ കൈക്കൊണ്ടിട്ടുള്ള നിലപാടെന്നത്. പാലസ്തീനികളെ അവരുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള ഏതൊരു ശ്രമത്തെയും നിരാകരിക്കുന്നതായും സൗദി വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു. ട്രംപിന്റെ ഈ പ്രഖ്യാപനം ഇറാനും മറ്റ് എതിരാളികൾക്കും ആയുധം നൽകുമെന്നും മേഖലയിലെ അമേരിക്കയുടെ അറബ് പങ്കാളികളെ ദുർബലപ്പെടുത്തുമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പാലസ്തീൻ ജനതയെ എങ്ങനെയെങ്കിലും ഗാസയിൽ നിന്ന് ബലപ്രയോഗത്തിലൂടെ പുറത്താക്കുകയാണെങ്കിൽ മനുഷ്യരാശിക്കെതിരെ ഈ കുറ്റകൃത്യം വ്യാപകമായ സംഘർഷത്തിനായിരിക്കും വഴിയൊരുക്കുക. മാത്രമല്ല, അന്താരാഷ്ട്ര നിയമത്തിന്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയടിക്കുന്നതിന് തുല്യമായിരിക്കും ഇത്. ഇത്തരം പ്രവൃത്തി അമേരിക്കയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായയെ നശിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. സമാനമായ നിലപാടാണ് അമേരിക്കയിലെ നല്ലൊരു ഭാഗം സെനറ്റർമാരും കൈക്കൊണ്ടിട്ടുള്ളത്. ഗാസയിൽ നിന്നെല്ലാം പാലസ്തീനികളെ അകറ്റുന്നത് ഒരു ജനത എന്ന നിലയിൽ അവരെ നശിപ്പിക്കുന്നതിന് തുല്യമെന്നാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ വെളിപ്പെടുത്തുന്നത്. സംഘടനയുടെ അമേരിക്കയിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പോൾ ഒബ്രയാൻ ആണ് ഈ പ്രസ്താവന പുറത്തിറക്കിയത്. ഗാസ യഥാർത്ഥത്തിൽ അവരുടെ വീടാണ്. ഗാസയുടെ മരണത്തിനും നാശത്തിനും കാരണം ഇസ്രായേൽ സർക്കാർ ആയിരക്കണക്കിന് സാധാരണക്കാരെ കൊന്നൊടുക്കിയതിന്റെ യഥാർത്ഥ ഫലമാണ്. ഇതിനായി പലപ്പോഴും US ബോംബുകൾ ഉപയോഗിച്ചതായും ആംനസ്റ്റി ഇന്റർനാഷണൽ പ്രസ്താവനയിൽ ആരോപിക്കുകയും ചെയ്തു. ഗാസയിൽ അധിനിവേശം നടത്താനുള്ള അമേരിക്കൻ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം രാജ്യത്തിന് അകത്തും പുറത്തും ഉണ്ടാകുമെന്ന് ട്രംപ് ഭരണകൂടത്തിനുള്ള മുന്നറിയിപ്പ് ാണ് നയതന്ത്ര വിദഗ്ധരെല്ലാം തന്നെ ഇതിനെ വിലയിരുത്തുന്നത്.